ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ രാവിലെ തന്നെ ഏത് മൂഡിലാണെന്ന് എണീക്കുന്നത് അതുപോലെ ഇരിക്കും എൻ്റെ ഒരു ദിവസം. അതുകൊണ്ട് പരമാവധി ഞാൻ രാവിലെ നല്ല ഹാപ്പിയോടെ തന്നെയാണ് എണീക്കാൻ നോക്കല്. ഉറങ്ങി എണീച്ചാൽ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും, എന്തെങ്കിലും ആയിട്ട് ആലോചിച്ചിരിക്കും. ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഓർക്കയില്ല. ഞാൻ അങ്ങനെ സാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും രാവിലെ ഓർക്കലേ ഇല്ല. പരമാവധി ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ നോക്കും. അതുപോലെ തന്നെ പണ്ടെല്ലാം ഞാൻ പാസ്റ്റ് ഓർത്ത് കരയുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം ഞാൻ പാസ്റ്റൊന്നും ഒട്ടും ഓർക്കലേ ഇല്ല. എൻ്റെ ലൈഫിൽ വേണ്ടാത്ത കുറേ ആൾക്കാരെ ഞാനായിട്ട് തന്നെ എടുത്ത് കളയുകയും ചെയ്തു. അതിനുശേഷം നല്ല സമാധാനമുണ്ട്. അങ്ങനെ കുറച്ചു നേരം പുറത്തിരുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നേരെ കുളിക്കാൻ പോയി. നല്ലൊരു കുളി പാസ്സാക്കിയ ശേഷം നേരെ പോയി കുറച്ചു നേരം പ്രാർത്ഥിച്ചു. ഇന്ന് വിളക്ക് കത്തിച്ചത് ഞാനല്ല കേട്ടോ, ഇന്ന് കത്തിച്ചത് അമ്മമ്മയാണ്. ഞാൻ ഈ അടുത്തായിട്ട് ഓരോ ദിവസവും ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്ത് തീർക്കേണ്ടത് അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. ചെയ്ത് തീർത്ത കാര്യങ്ങളെല്ലാം ടിക്കിടുകയും ചെയ്യും. അങ്ങനെ ആകുമ്പം മടി ഉണ്ടാവില്ല, മടിച്ച് നിൽക്കില്ല. എനിക്ക് ചില ദിവസങ്ങളിലെല്ലാം വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഇരുന്നിട്ട് തന്നെയായി. ഇപ്പം ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ ഒരു കണ്ടന്റ് കിട്ടിയാൽ അതും ഞാൻ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ആകുമ്പം മടിച്ചിരിക്കൂല. പണ്ട് എല്ലാ കാര്യത്തിലും മടിച്ചിരുന്ന ഞാൻ, അതുപോലെ ഒരാളോട് നോ പറയാൻ മടി, അങ്ങനെ ഉണ്ടായൊരു ഞാൻ ഇപ്പം നല്ലോണം മാറി. പണ്ടത്തെ പോലെയല്ല, നോ പറയേണ്ടടുത്ത് ഞാൻ നോ പറയാൻ പഠിച്ചു. അതുപോലെ തന്നെ വേറൊരാളിലും ഞാൻ ഓവറായിട്ട് അഡിക്റ്റ് ആവലുമില്ല. എൻ്റെ കാര്യം, എൻ്റെ സമാധാനം, എൻ്റെ സന്തോഷം നോക്കി ഞാൻ അങ്ങ് പോകും. ചില മണങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കലുണ്ട്. അതിലൊന്നാണ് ഈ ഒരു ചമ്പകത്തിൻ്റെ മണം. ഈ ഒരു ചമ്പകത്തിൻ്റെ ചന്ദനത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിനി, എന്നാലും ജസ്റ്റ് ഇതിലും കൂടി പറഞ്ഞു എന്ന് മാത്രം. ഈ ചമ്പകത്തിൻ്റെ ഒരു മണം എനിക്ക് എക്സ്ട്രാ എനർജി കിട്ടിയ ഒരു ഫീലാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇത്ര നേരം ഞാൻ ജസ്റ്റ് ഒന്ന് സെൽഫ് ലവിനെ പറ്റി സംസാരിച്ചു എന്ന് മാത്രം. അപ്പം നിങ്ങൾ എല്ലാവരും ചാർജായി എന്ന് വിചാരിക്കുന്നത്, ഞാനും നല്ല പോലെ ചാർജായി. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞാൻ ഞായറാഴ്ച ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോസ്റ്റ് ആക്കാന്നെല്ലാം പറഞ്ഞിട്ട് അതിപ്പോൾ ഫുള്ള് തെറ്റി വരുന്നുണ്ട്. ഇപ്പം ഞായറാഴ്ച വീഡിയോ എടുക്കാന്നുള്ള രീതിയിലായി. ഞായറാഴ്ച ആകുമ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ട്. ബാക്കിയുള്ള ദിവസം വീട്ടിലങ്ങനെ ആരും ഉണ്ടാവുകയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞായറാഴ്ച തന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്നോട് ഈ ഒരു ഡ്രസ്സ് കുറേ ആൾക്കാർ ഇടുന്ന അടുത്തെന്ന് ചോദിച്ചിട്ടുണ്ടായിനി. ഇത് എനിക്ക് അമ്മ എടുത്തന്നെയാണ്, സുഹൃത്തേട്ടൻ്റെ അമ്മ ഇടുന്ന അടുത്തെന്ന് എനിക്കും അറിയില്ല. ഇത് ഓൺലൈനായിട്ട് എടുത്തതല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ ലിങ്കൊന്നും ആരും ചോദിച്ചപ്പം ഷെയർ ചെയ്യാത്തത്. പണ്ട് മുതലേ എനിക്ക് ഈ ഹെയർ കളർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഹെയറിലൊരു ബ്രൗൺ കളർ വരുമ്പം ഫേസും നല്ലൊരു ബ്രൈറ്റ് ആയ പോലെ തോന്നും. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ ഞാൻ എന്നെ സ്വയം വീട്ടിൽ നിന്ന് കളർ ചെയ്തിട്ടുണ്ടായിനി. ഇപ്പാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് മനസ്സിലാവുന്നത്. ഇപ്പം ആ കളർ ചെയ്ത മുടിയെല്ലാം നല്ല പോലെ പൊട്ടി പോകുന്നുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു സൈക്കിൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ആരതാണെന്ന്. കുഞ്ഞാവരെ സൈക്കിളാണ് ശരിക്കും. കുഞ്ഞാവ +2 വരെ ഈ ഒരു സൈക്കിൾ എടുത്തിട്ടാണ് പോലുണ്ടായത്. പിന്നെ അവൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുന്ന സമയത്താണ് ഈ സൈക്കിൾ അച്ഛൻ എടുക്കാൻ തുടങ്ങിയത്. അച്ഛൻ ഇപ്പോൾ എവിടെ പോകുന്നുണ്ടെങ്കിലും ഈ ഒരു സൈക്കിൾ എടുത്തിട്ട് തന്നെയാണ് പോലെ. അത്യാവശ്യം കടയിൽ പോകുമ്പോൾ ആയാലും ഫ്രണ്ട്സുകൾ എടുത്ത് പോകുമ്പോൾ ആയാലും ഈ ഒരു സൈക്കിൾ എടുത്തിട്ട് തന്നെയാണ് പോലെ. യൂട്യൂബിലിപ്പം വ്ളോഗിനായാലും ഷോർട്സിനായാലും മോശമില്ലാത്ത വ്യൂസ് തന്നെ കിട്ടുന്നുണ്ട്. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഏച്ചി യൂട്യൂബിൽ പൈസ കിട്ടാൻ തുടങ്ങിയോ, എത്ര പൈസയാണ് മാസത്തിൽ കിട്ടുന്നത്, കുറേ മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. അപ്പം ഓരോരാൾക്കും റിപ്ലൈ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ വിചാരിച്ചു ഈ വ്ളോഗിൽ തന്നെ അങ്ങ് കാര്യം പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചു. ഷോർട്സ് വീഡിയോസിനേക്കാളും പൈസ കൂടുതൽ വരുന്നത് വ്ളോഗിനാണ്. അപ്പം ഞാൻ വ്ളോഗ് ഇടുന്നത് നന്ന കുറവാണ്. ആഴ്ചയിൽ കൂടിപ്പോയ ഒരു വീഡിയോ മാത്രമേ ഞാൻ ഇടയുള്ളൂ. അപ്പം പൈസ ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, എന്നാലും വന്നോടുണ്ട്, ഡെയിലി വരുന്നുണ്ട്. ഞാൻ അധികം ഷോർട്സ് വീഡിയോസാണ് ഇടല്. ഇപ്പം എനിക്ക് തോന്നുന്നു പകുതിയിലും കൂടുതൽ കയറിയിട്ടുണ്ട് പൈസ. അക്ഷൻ്റെ കയ്യിൽ കിട്ടണത്രേ. അപ്പം പൈസ കയ്യിൽ കിട്ടി അന്ന് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ഗിവ് അവേ എല്ലാം തരാമെന്ന് വിചാരിക്കുന്നത്. ഇതിനിടയിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിനി, ഏച്ചിക്ക് ഗിവ് അവേ എല്ലാം വെച്ചുകൂടെ, എന്തുകൊണ്ട് ഏച്ചി ഗിവ് അവേ ഒന്നും വെക്കുന്നില്ല എന്നുള്ളത്. ഒരു ഗിവ് അവേ എല്ലാം വെക്കണമെന്ന് ഞാനും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് യൂട്യൂബിൽ നിന്ന് എൻ്റെ കയ്യിലേക്ക് പൈസ കിട്ടുന്ന അന്ന് ഞാൻ എന്തായാലും ഒരു ഗിവ് അവേ വെക്കുന്നതായിരിക്കും. വ്ളോഗ് ഡെയിലി ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിലേക്ക് പൈസ കിട്ടട്ടി. ഡെയിലി ഇടാൻ മടി എന്താ വെച്ചാൽ വീട്ടിൽ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉണ്ടാവൂ. കുഞ്ഞാവയുണ്ട്, ഓൾക്ക് ഇപ്പം ലീവാണ്. എന്നാലും എനിക്ക് വീട്ടിൽ തന്നെയില്ല വീഡിയോ ഇങ്ങനെ ചെയ്യാനൊരു മടി. ചില ദിവസം ഞാൻ വീട്ടിൽ കട്ട പോസ്റ്റായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കും. ഞാനായാലും കുഞ്ഞാവായാലും ഫേസ് ടു ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓരോ വർത്താനം പറയുന്നല്ലാണ്ട് എവിടെയും പോകുമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ദിവസമെല്ലാം വീഡിയോ എടുത്താലും നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസം മാത്രം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് എടുക്കും. ഇന്ന് ഏതായാലും ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു വീഡിയോ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ വീട്ടിൽ നല്ലോണം ചക്ക പിടിച്ചിട്ടുണ്ട്. ഈ മാങ്ങക്കാലം കഴിഞ്ഞാൽ പിന്നെ ഇത് ചക്കക്കാലാണല്ലോ. അപ്പം അമ്മമ്മ ഇന്ന് ചക്ക കൊണ്ട് ചക്കപ്പുഴുക്കാക്കാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അച്ഛനും അമ്മക്കും കാര്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ അതിനിടയിൽ വീടിന് മുറ്റത്ത് കുറേ സ്വർണ്ണച്ചമ്പങ്ങ് പിടിച്ചിട്ടുണ്ടായിനി. ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പം പൊട്ടിച്ചിട്ട് തലയിൽ ചൂടണമെന്ന് ഭയങ്കര ആഗ്രഹം. തലയിൽ ചൂടുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അത്തറ് പോലെ അതിൻ്റെ ഇതള് പൊട്ടിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ ഉരച്ച് വെക്കും. നല്ല മണമാണ് കേട്ടോ, നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യും. ആ ഒരു മണം തലയിൽ ചൂടിയാലും
ആ മുടിയിൽ ആ ഒരു മണം അതുപോലെ തന്നെ നിൽക്കും. എല്ലാം മുകളിലേക്കാണ്, താഴത്തത് ഒരുവിധം അമ്മയും പറിച്ചിട്ട് ഫുള്ള് തലയിൽ ചൂടും. അവർ ദിവസം ഒരു പൂവെങ്കിലും തലയിലെടുത്ത് ചൂടും. അപ്പം മുകളിലുണ്ടായത് ഞാൻ എങ്ങനെയല്ലോ കൊക്ക വെച്ച് പറിച്ചു. ഒന്ന് മാത്രം പറിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ വീഴുമ്പോഴേക്കും 2-3 ഒരുമിച്ച് വീണു. അങ്ങനെ ബാക്കി വന്നത് ഞാൻ പടിഞ്ഞാറ്റിൽ അങ്ങനെ കൊണ്ടുവച്ചു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വയ്യ എവിടെയെങ്കിലും പോവാന്ന്. അച്ഛൻ അധികം പുറത്ത് പോകുന്നുണ്ടെങ്കിൽ കാർ എടുത്തിട്ട് ഞാൻ പോലെ അച്ഛൻ്റെ സ്കൂട്ടിയുടെ വീട്ടിൽ വെക്കും. അപ്പം ഞാൻ കുഞ്ഞാനോട് പറഞ്ഞു നമുക്ക് വയ്യ വണ്ടി എടുത്തിട്ട് എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞു. സ്കൂട്ടി ഇപ്പം അച്ഛൻ എടുക്കുന്നത് നന്ന കുറവാണ്, എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കലും ഞാനോ അല്ലെങ്കിൽ കുഞ്ഞാവോ എടുക്കല്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എവിടെയെങ്കിലും പോവാന്നുള്ളൊരു ഇതിലാണ് ഉണ്ടായത്. കുറേ കഴിഞ്ഞ് വണ്ടി നോക്കുമ്പോഴേക്കും വണ്ടി കാണുന്നില്ല. അച്ഛനെ വിളിച്ച് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് വന്നിട്ടില്ലേ, വണ്ടി എടുത്തിട്ടാണ് വന്നതെന്ന്. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം എവിടെയെങ്കിലും പോകാമെന്നുള്ളത് ക്യാൻസലായി. അച്ഛൻ നേരത്തെ വന്നാൽ പോവാന്ന് പറഞ്ഞു. അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നേരത്തെ വരാൻ നോക്കാമെന്ന് പറഞ്ഞു. വീടിൻ്റെ ബാക്ക് സൈഡിൽ ഷീറ്റ് ഇടാൻ കുറച്ച് നാളായി ഇങ്ങനെ വിചാരിക്കുന്നത്. അപ്പം ഷീറ്റെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ മറ്റന്നെയോ ബാക്കിൽ എന്തായാലും ഷീറ്റ് ഇടും. ഇന്ന് ചക്കപ്പുഴുക്കാക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മ ചക്ക നല്ലത് നോക്കി പറിക്കാൻ നിൽക്കിയെന്ന്. പക്ഷേ ചക്കയെല്ലാം മൂത്തിട്ടുണ്ടായിന്. എനിക്ക് ഈ മൂത്ത ചക്ക പുഴുക്കാക്കുന്നത് അത്ര ഒരു ഇഷ്ടമല്ല, ഒരു ലൈറ്റ് മധുരം ഉണ്ടാവും അതിന്. ഇന്ന് വീട്ടിൽ ചായക്ക് അരിയും കടലാണ്. എനിക്ക് അരിയും കടൽ അത്ര വലിയൊരു ഇഷ്ടമല്ല. വിശപ്പ് വന്നാൽ തിന്നും, അത്ര മാത്രം. അപ്പം അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടു. അങ്ങനെ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടാകുമ്പം ഞാൻ വിചാരിച്ചു ചക്ക പറിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ കുറേ നാളായി എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ചക്ക വെക്കുന്നതിനേക്കാളും വലിയ പണിയാണ് ചക്ക ക്ലീൻ ചെയ്യാന്നുള്ളത്. അപ്പം ഞാനും കൂടി ഉണ്ടെങ്കിൽ പണി പെട്ടെന്ന് തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ കുറേ ആയി പറയുന്നു ചക്ക പറിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ക്ലീൻ ചെയ്യാമെന്ന്. എല്ലാ ചക്കയും നല്ല മൂപ്പത്തിട്ടുണ്ടായിനി. പഴുക്കാനായൊരു ടൈപ്പാണ് ഉണ്ടായത്. അപ്പം അച്ഛൻ ഒരു മീഡിയം സൈസിലുള്ള ചക്ക തന്നെ നോക്കി പറിച്ചു. എന്നാലും ഇതിനും നല്ല ലൈറ്റും മധുരം ഉണ്ട്. ഒരു 2 ആഴ്ചയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചക്ക നല്ലോണം പഴുക്കട്ടി. ഈ ചക്കക്ക് വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ അതിന് നല്ലോണം പശയുണ്ടാവും. നമ്മുടെ അടുത്ത് അതിനെ വിളഞ്ഞെന്നാന്ന് പറയല്. അപ്പം അച്ഛൻ കുറേയെല്ലാം ആ ചകിരി വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കി. എന്നാലും കുറേ ഉണ്ടത്ര, അത് കയ്യിലിങ്ങനെ പറ്റി പിടിക്കും. ഈ ചക്ക വെട്ടുകയാണെങ്കിൽ കത്തിയാളോ വെച്ചൊന്നും പറ്റൂല, ഈ ഒരു കോടാലി വെച്ചേ പറ്റൂലൂ. അപ്പം അച്ഛൻ കോടാലി വെച്ച് തന്നെ ചക്ക നല്ല പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പണി ഇത് ഫുള്ള് ക്ലീൻ ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. അച്ഛൻ എനിക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തന്നു. ഞാനിനി അത് ഫുള്ള് ക്ലീൻ ചെയ്തിടണം. എനിക്ക് കയ്യിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റേ കയ്യിൽ ഫുള്ള് എണ്ണ ആക്കിയിട്ടുണ്ടായിനി. എണ്ണ ആക്കിയാൽ അത്ര വലിങ്ങനെ പറ്റൂല. കുഞ്ഞാവയ്ക്ക് ഈ ചക്കയും മാങ്ങിയെന്ന് അത്ര വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഓൾ ഈ പരിസരത്തേക്ക് വന്നിട്ടുണ്ടായിട്ടാ. ഞാനും അച്ഛനും കുറേ നേരമായി ഓളെ വിളിക്കുന്നവ ക്ലീൻ ചെയ്ത് താന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഓക്ക് കൈക്ക് തൊട്ടിപ്പിടിക്കുന്നതും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഓൾ ഈ പരിസരത്തേക്ക് വന്നിട്ടാ. വീട്ടിൽ ഈ ചക്കയെല്ലാം കൂടുതലും എനക്കും അച്ഛനും അമ്മമ്മക്കും മാത്രമേ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മമ്മ തന്നെയാണ് അധികം ഈ ചക്കപ്പുഴുക്കെല്ലാം വീട്ടിൽ വെക്കല്. വേറെ ആർക്കും അങ്ങനെ അത്ര വലിയൊരു ഇഷ്ടമല്ല. വെച്ചാലും നമ്മൾ 3 മാത്രമേ ചക്ക കഴിക്കൂലൂ. എനിക്ക് ഈ ചക്കേനേക്കാളും കൂടുതൽ ഇഷ്ടം അതിൻ്റെ കുരുവാണ്. കുരു ഭയങ്കര ഇഷ്ടമാണ്. ഈ കുരു ചുട്ട് കഴിക്കലുണ്ട്, അതുപോലെ ഉപ്പിട്ടിട്ട് പുഴുങ്ങി കഴിക്കലുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ ചുട്ട് കയറലുണ്ട്. എനിക്ക് ചക്കക്കുരു ചുട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ആ ചക്കക്കുരു വെച്ചിട്ട് ഷെയ്ക്ക് അടിക്കലുണ്ട്, അതും നല്ല ടേസ്റ്റാണ്. ഏകദേശം ചിക്കു ഷെയ്ക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. ചക്കക്കുരു പുഴുങ്ങിയെടുത്തിട്ട് അതിൽ കട്ടപ്പാലും അതുപോലെ തന്നെ ബൂസ്റ്റും പഞ്ചസാരയിലിട്ടിട്ട് ഷെയ്ക്ക് അടിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാനത് ആദ്യമായിട്ട് കുടിക്കുന്നത് ആ ഒരു കൊറോണ ടൈമാണ്. അപ്പം ഭയങ്കര വൈറലാണ് ഉണ്ടായത് ആ ഒരു സാധനം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഞാനും ജസ്റ്റ് എൻ്റെ ഉള്ളിൽ ഒരു വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് ഉണ്ടായത്. പക്ഷേ ഷെയ്ക്ക് അടിച്ചപ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ഏകദേശം ആ ഒരു ചിക്കു ഷെയ്ക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. കുറേ നേരം ഞാനും അച്ഛനും മാത്രം ക്ലീൻ ചെയ്തു, പക്ഷെ തീരുന്നേ ഉണ്ടായിട്ടാ. അങ്ങനെ അമ്മമ്മയും വന്നു. അതുപോലെ തന്നെ ഈ ചക്കയുടെ സൈഡിൽ ഒരു നാര് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അച്ഛൻ്റെ കയ്യിൽ കണ്ട ആ ഒരു സാധനം എണ്ണയിലിട്ട് വറുക്കലുണ്ട്, ഉപ്പും പറങ്കിപ്പൊടിയിലിട്ടിട്ട്. അതും നല്ല ടേസ്റ്റാണ്. അത് മുന്നേ അമ്മമ്മ എനിക്ക് ആക്കിത്തന്നെ. ഇതുപോലത്തെ ചക്കനൊക്കെ കൊണ്ടില്ലേ എല്ലാ ഐറ്റംസും ആക്കി തരുന്നത് അമ്മമ്മ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ അമ്മമ്മേനോട് ഇതും കൂടി തന്നെ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എണ്ണയിലിട്ട് വറുക്കുക. അപ്പം അതും കൂടി നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അമ്മമ്മ പറഞ്ഞു ഇന്ന് വേണ്ട, ഇന്ന് കുറേ പണിയുണ്ട്, ഇന്ന് വീട്ടിൽ നെയ്ച്ചോറാണ് ആക്കുന്നത്. അപ്പം അമ്മമ്മ പറഞ്ഞു ഇന്ന് വേണ്ട, വേറൊരു ദിവസമാക്കാം, എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് സാവധാനത്തിലാക്കാം, ചക്ക ഇനിയും കുറേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അമ്മമ്മക്കാണെങ്കിലും ഇതുപോലെ ഇല്ല ഫുഡ് ഐറ്റംസ് എല്ലാം ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമ്മക്ക് സ്വതവേ ഈ കുക്ക് ചെയ്യുന്നതേ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നീ മാങ്ങയുടെ ഉള്ളിലില്ലേ ആ ഒരു സീഡില്ലേ, അത് വെച്ചിട്ട് പായസാക്കും. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അമ്മമ്മ പണ്ട് മുതലേ പറയലുണ്ട് എനിക്ക് എൻ്റെ അമ്മയെല്ലാം അത് കുറേ ആക്കി തന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം വീഡിയോയിൽ നിങ്ങളെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മമ്മക്ക് കിട്ടിയ മാങ്ങയുടെ സീഡ് ഫുള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് പായസാക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഫുഡ് ഐറ്റംസിൻ്റെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. ഞാൻ ഇതിൻ്റെ എല്ലാം ഫുൾ വീഡിയോ തന്നെ ഇടുന്നതായിരിക്കും. ഞാനിപ്പോൾ അധികം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ മാത്രമേ ഇടയുള്ളൂ. ഞാൻ മുന്നേ ചക്കയപ്പത്തിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകൾ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്.
അപ്പം ഇതുപോലത്തെ വീഡിയോസെല്ലാം ഫുഡ് ഐറ്റംസിൻ്റെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ അങ്ങനത്തെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇങ്ങനത്തെ വീഡിയോ വേണമെന്നില്ലവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്ര ആൾക്കാരാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രം. കുറേ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാലും ഈ ടൈപ്പ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്താ വെച്ചാൽ അപ്പം നല്ല ലെങ്ത്ത് വരും. ഇപ്പം ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ എല്ലാം ഫുൾ വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. കുറേ നേരമായി ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞ് മെല്ലെ മെല്ലെ ക്ലീൻ ചെയ്യുന്നത്. ഇതാണെങ്കിൽ തീരുന്നേ ഇല്ല. ചക്ക അത്യാവശ്യം നല്ല വലിയ ചക്ക തന്നെയാണ്. അപ്പം ഫുള്ള് വെച്ചാൽ എന്തായാലും ഇന്ന് ഒറ്റയ്ക്ക് തീരൂല. അപ്പം അമ്മമ്മ പറഞ്ഞു ഇന്ന് കുറച്ച് വെക്കാം, ബാക്കി ഭാഗമായിട്ട് അങ്ങനെ വെക്കാം, നമുക്ക് നാളെ മറ്റന്നോ എന്തെങ്കിലും ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പകുതി ഭാഗം മാത്രമേ ഒന്ന് എടുത്തിട്ടുണ്ട്. എനിക്ക് രാവിലെ തന്നെ ഉറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് നല്ല തടിച്ചിട്ടായിരിക്കും. എൻ്റെതെന്നല്ല, എനിക്ക് തോന്നുന്നു സ്വതവേ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റിലുള്ള വോയിസും ഈ വോയിസും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഈ വോയിസ് ഇടുന്നത് രാവിലെ ഉറങ്ങി നീച്ചാടുകയാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ സൗണ്ടിന് അത്യാവശ്യം നല്ല തടിയുണ്ടാവും. അങ്ങനെ ചക്ക ഒരുവിധം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിൽ പോയി നോക്കിയപ്പോഴേക്കും നല്ല ചിക്കൻ കറിയുടെ മണം. കുറച്ച് ചിക്കൻ പൊരിച്ചു, അതുപോലെ കുറച്ച് ചിക്കൻ കറിയും വെച്ചു. അതിന് ശേഷം അനിയത്തി വന്നിട്ടുണ്ട് അതിന് വീട്ടിലേക്ക്. നമുക്കൊരു പ്രശ്നമുണ്ട്, ചിരിച്ചാൽ പിന്നെ നിർത്താൻ പറ്റുകയില്ല. ഒരു ചെറിയ കാര്യത്തിലായാലും ചിരിച്ചാൽ പിന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ കുറച്ച് പണിയാണ്. അങ്ങനെ ഇല്ലവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പണ്ടെല്ലാം ഞാൻ വിചാരിച്ചത് അങ്ങനെ ഞാൻ മാത്രമാണെന്നാണ്. പക്ഷെ ഇപ്പം മനസ്സിലായി അങ്ങനെയില്ല, കുറേ ആൾക്കാരുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു ഉച്ചയാകുമ്പം ഞാൻ നേരെ ചോറ് കഴിക്കാൻ വേണ്ടി പോയി. നെയ്ച്ചോറും ചക്കപ്പുഴുക്കും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചക്കപ്പുഴുക്ക് ഇപ്പോഴേ എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും കച്ചമ്പറും മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടു. ഒരു ഉച്ചയാകുമ്പോഴേ ഞാൻ അച്ഛനെ വിളിക്കാൻ തുടങ്ങി. അച്ഛ നേരത്തെ വരുമോ, നമുക്ക് പുറത്ത് പോകണമായിരുന്നു പറഞ്ഞിട്ട്. അപ്പം അച്ഛൻ പറഞ്ഞു നേരത്തെ വരാൻ നോക്കാം, ഇവരിപ്പോഴേ വിടുമോ എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുറേ വരാൻ വൈതു. അപ്പം ഞാൻ കുറച്ച് നേരം അപ്പുറം പോയിട്ട് ത്രിതുവിനെ കളിപ്പിച്ചു. ത്രിതു ഇന്നലെ കൈമെന്തോ ബാറ്റ് എന്തോ ഉണ്ടായിനോ അവൻ്റെ. ഓൻ അതെടുത്തിട്ട് അമ്മമ്മയുടെ തലക്ക് നല്ല അടിയടിച്ചിട്ട് അമ്മമ്മയുടെ തല മുഴച്ച് വന്നു. അതുപോലെ അച്ഛൻ്റെ കഴുത്തിനും എന്തോ എടുത്ത് എറിഞ്ഞിട്ട് അച്ഛന് കഴുത്ത് വേദനയും. ഇപ്പം നല്ല കുരുത്തക്കടായിട്ടുണ്ട്. ആരെ കണ്ടാലും അവരെ പോയിട്ട് തല്ലും. അങ്ങനത്തെ ഒരു കുഞ്ഞായിട്ടുണ്ട് ഇപ്പം. ഇന്നലെ എനക്കും നല്ല പറ്റണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇന്നലെ ഇവൻ്റെ സൈക്കിൾ എടുത്തിട്ട് സ്പീഡ് വന്നിട്ട് എന്നെ കുത്താൻ നോക്കിയതാണ്. ഞാൻ അപ്പോഴേക്കും ഞാൻ ഓടി. എന്തോ ഭാഗ്യത്തിന് കിട്ടിയിട്ടാണെന്ന. ഒരു വൈകുന്നേരം ആകുമ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ചക്കപ്പുഴുക്കും ചിക്കനും കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ചക്കപ്പുഴുക്കും ചിക്കനും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ചക്കയും മീൻകറിയും ഇഷ്ടമാണ്. പിന്നെ ഞാൻ വിചാരിച്ച ചിക്കൻ കറി ഉണ്ടായിട്ട് തന്നെ ചിക്കൻ കറി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പുറം വീട്ടിലെ മിക്കി പ്രസവിച്ചിട്ടുണ്ട്. അപ്പം കുറേ ആയി ഇതിൻ്റെ കരച്ചിലിങ്ങനെ കേൾക്കുന്നു, കുഞ്ഞളെ കരച്ചിലിങ്ങനെ കേൾക്കുന്നു. ഇന്ന് ഞാൻ കുഞ്ഞളെ എവിടെയാണെന്നൊന്നില്ലെന്ന് നോക്കാൻ വേണ്ടി പോകുമ്പം അങ്ങ് അതിനടിയിൽ അതിനെ ഭദ്രമായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ അടുത്തേക്ക് അങ്ങനെ കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നാലും എങ്ങനെയല്ലോ മിക്കി പോയപ്പം ഞാനും അച്ഛനും എല്ലാ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് പോയി. കാണാൻ നല്ല രസമുണ്ട്. 4 കുഞ്ഞലുണ്ട്. അതിൽ 2 എണ്ണം ഉള്ളോട്ടേക്ക് കിടക്കുന്നുണ്ട്. 2 ആൾ ഇതാ മെല്ലെ മെല്ലെ ഇങ്ങനെ പുറത്തേക്ക് നീങ്ങി വന്നിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. മിക്കി വന്നിട്ട് നമ്മളെ കടിക്കുമെന്ന് നല്ല പേടിയുണ്ടായിനി. മിക്കി ഇല്ലാത്ത സമയത്താണ് നമ്മൾ വന്നിട്ട് നോക്കിയിട്ടുണ്ടായത്. എനിക്ക് ഈ വീട്ടിൽ നായിനെ വളർത്താനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എടുക്കാനൊന്നും പറ്റൂല, എന്നാലും വീട്ടിൽ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അച്ഛനും അമ്മയും സമ്മതിക്കില്ല. അച്ഛനും അമ്മക്ക് ഒട്ടും ഇഷ്ടമല്ല. അവർക്ക് നായിനെ കാണാനെല്ലാം ഇഷ്ടമാണ്, പക്ഷെ വീട്ടിൽ വളർത്തുന്നത് ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ അറിവിൽ പണ്ട് മുതലേ അപ്പുറം വീട്ടിൽ ഒരു നായെങ്കിലും ഉണ്ടാവലുണ്ട്, ഒരു നായിനെങ്കിലും വളർത്തലുണ്ട്. അപ്പം ഈ നായ് പ്രസവിച്ച് കഴിഞ്ഞാലും ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് കരയും, ഒരു നായിനെങ്കിലും നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാനൊക്കെ വളർത്താൻ വേണമെന്ന്. പക്ഷെ വീട്ടിൽ നിന്ന് സമ്മതിക്കുകയില്ല. ഈ മുള്ളാത്ത പിടിക്കാൻ തുടങ്ങി അന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ദിവസം നോക്കും എത്ര പുര വളർന്നു, പഴുക്കാനായോ, ദിവസം വന്ന് നോക്കും. ഞാൻ ദിവസം വന്ന് നോക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ ഫസ്റ്റ് കണ്ടത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പം ഒട്ടും വളരാത്ത പോലെയുണ്ട്. ടൈം എടുക്കും തോന്നുന്നു. ഇതിന് മുന്നേയും കുറേ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിനക്കാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ എങ്ങനെയെങ്കിലും ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പഴുക്കണം അത്രേ, കുറച്ച് പഴുത്തിട്ട് വേണം എനിക്കിതിൻ്റെ വീഡിയോ ഇടാൻ. ഇങ്ങനെ വീടിന് ചുറ്റും നടക്കുമ്പം എന്തെങ്കിലും ആയിട്ട് തിന്നാൻ കിട്ടും. അപ്പം ഇന്ന് നല്ല 3 പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിനി. രാവിലെ 2 എണ്ണം കിട്ടിയിട്ടുണ്ടായിനി. അത് ഞാൻ നേരത്തെ മുറിച്ച് കഴിച്ചു. അതുപോലെ തന്നെ ഇപ്പം ചാമ്പക്ക കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ വളരുന്നുണ്ട്, നല്ല മൂപ്പ് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ സപ്പോട്ടയും ചെറുതുണ്ട് അത്രേ, വളരണത്രേ. അപ്പം കിട്ടിയത് വെച്ചിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പയ്യനൊരു സുഹൃത്തേട്ടൻ്റെ വീട്ടിൽ ഇപ്പം കുറേ മാങ്ങ പിടിച്ചിട്ടുണ്ട്. അമ്മ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിന്, മണി മാങ്ങ വേണ്ടേ, പഴുത്തിട്ട് കുറേ വീഴുന്നുണ്ട് എന്ന്. ഇനിയിപ്പോൾ നാളെ മറ്റന്നേ അങ്ങോട്ടേക്ക് പോകണം. ഞാൻ കുറേ ആയി പയ്യനൂരിക്ക് പോകണമെന്ന് വിചാരിക്കുന്നത്. പോയിട്ട് കുറച്ച് ദിവസമായി. എന്താ വെച്ചാൽ ഇപ്പം നമ്മളെ റൂമാന്ന് തേച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പം സുഹൃത്തേട്ടനും കുറച്ച് തിരക്കാണ്. അപ്പോൾ സുഹൃത്തേട്ടൻ പറഞ്ഞു എൻ്റെ തിരക്കെല്ലാം ഒന്ന് കൈയിട്ട് എന്നിട്ട് ഞാൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞു. ഇനിയിപ്പം നാളെയോ മറ്റന്നേ ആയിട്ട് അങ്ങോട്ടേക്ക് പോകണം. അപ്പം കിട്ടിയ മാങ്ങയെല്ലാം ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഈ മാങ്ങ കിട്ടിയപ്പം ഷെയ്ക്കാക്കാന്ന് വിചാരിച്ചു. എനിക്ക് തണുപ്പ് ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു. പക്ഷേ ഫ്രിഡ്ജിൽ നോക്കുമ്പോഴേക്കും കട്ടപ്പാൽ ഉണ്ടായിട്ടാ. ജ്യൂസ് അടിച്ചാലും ടേസ്റ്റാണ്. കുറച്ച് തണുത്തുള്ള വെച്ചിട്ട്
പഞ്ചസാരയിലിട്ട് ജ്യൂസ് അടിച്ചാലും ടേസ്റ്റാണ്. പണ്ട് ഞാനും കുഞ്ഞും ഈ പച്ചമാങ്ങയും ജ്യൂസ് അടിക്കലുണ്ട്. പച്ചമാങ്ങ ജ്യൂസ് അടിച്ചാലും ടേസ്റ്റാണ്. പഞ്ചസാര ഇട്ടിട്ടും ജ്യൂസ് അടിക്കുക, അതുപോലെ ഉപ്പിട്ടിട്ടും അടിച്ചാലും ടേസ്റ്റാണ്. ഉപ്പ്, ഇഞ്ചി അതിട്ടടിച്ചാലും ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ എൻ്റെ മടി കാരണം ഞാൻ വിചാരിച്ചു വേണ്ട, വെറുങ്ങനെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അച്ചച്ചനും ഇങ്ങനെ വെറുങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അച്ചച്ചൻ കുറേ നേരം പറയുന്നു മോളെ ആ മാങ്ങ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഏതായാലും കട്ട് ചെയ്തിട്ട് കഴിക്കുക, ജ്യൂസ് ആക്കണ്ടെന്ന് വിചാരിച്ചു. ജ്യൂസ് ഈ 3 ആക്കിയതിൽ ഏടി ഉണ്ടാവില്ല. കുറച്ചുകൂടി കിട്ടിയാൽ കാക്കാനും. ഞാൻ രാവിലെ കിട്ടിയ 2 ഞാൻ കിട്ടിയപാടെ എടുത്ത് തിന്നു. അപ്പം അതും കൂടി ഉണ്ടെങ്കിൽ ജ്യൂസ് ആക്കാമായിരുന്നു. ഇന്ന് വീട്ടിലെല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ജ്യൂസ് ആക്കണ്ട, ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതിൻ്റെ തൊലി ഫുള്ള് കളഞ്ഞ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നീളത്തിൽ കട്ട് ചെയ്യാണ്ട് മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുൾ കട്ട് ചെയ്ത ശേഷം ഞാനും അച്ഛനും അവിടെ ഇരുന്ന് മാങ്ങ അയച്ചു. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എൻ്റെ ഫേസിൽ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടാൻ ശ്രമിക്കലുണ്ട്. അധികം മുൾട്ടാണി മിട്ടി തന്നെ ഇടല്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടി. ഇടയ്ക്ക് ഭയങ്കര ഉഷാറായിരിക്കും ഈ സ്കിൻ കെയറിലും ചെയ്യാൻ, ഇടയ്ക്ക് ഭയങ്കര മടിയായിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ അധികവും ഈ സ്കിന്ന് ജസ്റ്റ് ഒന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കറ്റാർവാഴയും അരിപ്പൊടിയും അധികം ഫേസിൽ അപ്ലൈ ചെയ്യലുണ്ട്. എനിക്ക് നല്ല ചേഞ്ച് തോന്നിയിനി. ഹെയറിലും സ്കിന്നിലും കറ്റാർവാഴേനേക്കാളും നല്ലതായിട്ട് വേറെ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കറ്റാർവാഴ നല്ല അടിപൊളിയാണ്. സ്കിന്ന് നല്ല സ്മൂത്താവാനായാലും എല്ലാത്തിനും കറ്റാർവാഴ അടിപൊളിയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു വില്ലൻ ഇതാ ഈ ഒരു മഞ്ഞ കളറാണ്. ഈ ഒരു മഞ്ഞക്കറ ഫേസിൽ കൊണ്ടാൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വരും. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ പറഞ്ഞുതരാം. കറ്റാർവാഴ കട്ട് ചെയ്തിട്ട് കുറച്ച് പച്ചവെള്ളത്തിൽ അതിങ്ങനെ മുക്കി വെച്ചാൽ മതി. കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെക്കുമ്പം ആ മഞ്ഞ കളർ വേറെ തന്നെ പോയത് കാണാൻ പറ്റും. അപ്പം ആ മഞ്ഞ കളർ ഫുള്ള് ക്ലീൻ ആയ ശേഷം ഇതുപോലെ കട്ട് ചെയ്യുക. ആ സൈഡിലെ മുൾഭാഗവും കളയുക, അതുപോലെ നടുവിലും നല്ലൊരു കീറ് കൊടുക്കുക. അതിനുള്ളിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടിയും നമ്മളെ സ്കിന്നിന് അടിപൊളിയാണ്. അരിപ്പൊടിയും തൈരും ജസ്റ്റ് നിങ്ങൾ ഒരു ദിവസം ഫേസിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവും. നല്ലപോലെ ബ്രൈറ്റ് ചെയ്യും. ഡെയിലി യൂസ് ആക്കുന്നതിനേക്കാളും നല്ലത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസ് ആക്കുന്നതായിരിക്കും. അതുപോലെ ഞാൻ മുന്നേ റൈസ് വാട്ടറിൻ്റെ ടോണർ ആക്കിയിട്ടുണ്ടായിനി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അത് നല്ല വ്യൂസ് കയറിയൊരു വീഡിയോ ആണ്. ആ വീഡിയോ എൻ്റെ ഈ ചാനലിലില്ല, മുന്നത്തെ ചാനലിൽ. അപ്പം ആ വീഡിയോ എനിക്ക് തോന്നുന്നു 2 lakh സംതിങ്ങിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു വ്യൂസ്. നല്ല അടിപൊളി റിസൾട്ടാണ്. കുറേ ആൾക്കാർ പോസിറ്റീവ് കമൻസിന് ഇട്ടിട്ടുണ്ടായിനി യൂസ് ആക്കിയിട്ട് നല്ല ചേഞ്ച് ഉണ്ടെന്ന്. ഇതെല്ലാം ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുള്ളൂ. അതുപോലെ തന്നെ കോഫി പൗഡറും തൈരും ടാൻ പോകാൻ നല്ല അടിപൊളിയാണ്. ഞാൻ അതും ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസ് ആക്കാൻ ശ്രമിക്കലുണ്ട്. ബോഡി സ്ക്രബ് ചെയ്യാനായാലും ഞാൻ ഈ ഒരു കാപ്പിപ്പൊടിയും അരിപ്പൊടിയും ഞാൻ അധികം എടുക്കൽ. കോഫി പൗഡറും അരിപ്പൊടിയും അതുപോലെ തന്നെ കേടും ഇത് 3 മിക്സ് ആക്കിയിട്ട് തന്നെയാണ് ഞാൻ ബോഡി സ്ക്രബ് ചെയ്യാനായാലും എടുക്കൽ. എനിക്കിതെല്ലാം നല്ല റിസൾട്ട് കിട്ടിയ സാധനമാണ്. അപ്പം നീ ജസ്റ്റ് യൂസാക്കി നോക്ക്. അപ്പം റിസൾട്ട് കിട്ടിയാൽ എന്തായാലും എൻ്റെ അടുത്ത് വന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു സ്കിൻ ടോൺ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഈ ഒരു സ്കിൻ ടോണിലേക്ക് എത്തുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിട്ട്. എൻ്റെ ആ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് അതുപോലെ ആ ടിക്ടോക്ക് ടൈമിലെല്ലാം എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ എത്രത്തോളം ടാൻ അടിച്ചിട്ടാണ് ഉണ്ടായതെന്ന്. കയ്യിലായാലും എൻ്റെ ഫേസായാലും കഴുത്തെല്ലാം ഭയങ്കര കറുപ്പാണ് ഉണ്ടായത്. ഇപ്പാണ് കുറച്ചൊരു 2-3 ഷെയ്ഡെങ്കിലും കൂടിയത്. അത് ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് ഇത്രയും എത്തിച്ചിട്ടുള്ളത്. ടിക്ടോക്ക് ടൈമിന് ശേഷവും അതായത് എൻ്റെയും സുഹൃത്തായിട്ട് കല്യാണം കഴിഞ്ഞ സമയമായാലും ഞാൻ അത്ര ഒരു ബ്രൈറ്റ് ആയിട്ടല്ല ഉണ്ടായത്. അത്യാവശ്യം നല്ല ടാനിൽ തന്നെയാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നത് ഞാനൊരു 2-3 ഇയറിനുള്ളിലാണ് എനിക്ക് ഇത്രയും ചേഞ്ച് വന്നത്. അത് ഞാൻ വൈറ്റനിങ് ക്രീം യൂസ് ആക്കിയിട്ടില്ല എന്ന് പറയുന്നില്ല. പണ്ട് ഞാൻ വൈറ്റനിങ് ക്രീം യൂസ് ആക്കിയിന് 8ൻ്റെ പണിയും എനിക്ക് കിട്ടീന്. അത് നിർത്തുമ്പോൾ ആണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് മനസ്സിലായില്ല. നല്ലോണം പിമ്പിൾസ് വന്നു. പണ്ട് ഇല്ലേനേക്കാളും ഡാർക്കായി പോയി. ഭയങ്കര പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് വൈറ്റനിങ് ക്രീം എന്നുള്ളത് ഞാൻ അതിന് ശേഷം ഞാൻ യൂസ് ആക്കിയിട്ടില്ല. ഒറ്റൊന്ന് യൂസ് ആക്കിയിനി, അതോടെ നിർത്തിയിനി. അതിന് ശേഷം ഞാൻ ആ പരിപാടിക്ക് പോയിട്ടാണ്. ഇപ്പോൾ പരമാവധി ഇതുപോലെ ഹോം റെമഡീസ് ചെയ്യും. അതുപോലെ തന്നെ വൈറ്റമിൻ സി സെറം, നിയാസിനമൈഡ് സെറം, അങ്ങനത്തെ സെറം അങ്ങനെ മാത്രമേ ഞാൻ യൂസ് ആക്കില്ല. അല്ലാണ്ട് വൈറ്റനിങ് ക്രീമൊന്നും ഞാൻ യൂസ് ആക്കലേ ഇല്ല. കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ചേച്ചി വൈറ്റനിങ് ക്രീം യൂസ് ആക്കലുണ്ടോ എന്നുള്ളത്. അപ്പം ഞാനങ്ങനെ വൈറ്റനിങ് ക്രീമൊന്നും യൂസ് ആക്കലില്ല. അങ്ങനെ ഒരു സന്ധ്യ ആകുമ്പം ഞാൻ സ്കിൻ കെയറെല്ലാം ചെയ്ത് നേരെ പോയി കുളിച്ചു. ഇനി പോയി വിളക്ക് കത്തിക്കണം. അപ്പോഴേക്കും അച്ഛൻ ഫോൺ വിളിച്ചിട്ടുണ്ടായിന്. ഞാൻ ഇവിടുന്ന് വിട്ടു, നിങ്ങൾ ഒരു സന്ധ്യ ആകുമ്പം പുറത്ത് പോകുന്നുണ്ടെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഏതായാലും സന്ധ്യക്ക് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകാൻ വിചാരിച്ചു. ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു ഇന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ നെയ്ച്ചോറാക്കിയത്, അപ്പം ഇങ്ങ് പുറത്ത് പോയി ഫുഡ് കഴിച്ചാൽ നെയ്ച്ചോറ് വേസ്റ്റ് ആവില്ലേ, അതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു ജസ്റ്റ് പുറത്ത് പോയിട്ട് ഐസ്ക്രീമോ ഷേക്കോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ബീച്ചിൽ പോകാമെന്നുള്ളൊരു ഉണ്ടായത്. ബീച്ചിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അധികവും ഈ സന്ധ്യക്കെല്ലാം ബീച്ചിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. രാത്രിയെല്ലാം ബീച്ചിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബീച്ചിൽ പോയിട്ട് നേരെ പോയി ഐസ്ക്രീമോ ഷേക്കോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്നുള്ള രീതിയിലെത്തി.
അങ്ങനെ ഞാൻ വിളക്ക് കത്തിച്ചിട്ട് നേരെ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അച്ഛൻ വീട്ടിലെത്തിയിട്ടുണ്ടായിട്ടാ. അച്ഛൻ അവിടെ നിന്ന് വിട്ടത്ര. അപ്പോൾ നമ്മൾ വിചാരിച്ചു അച്ഛൻ വരാനാകുമ്പോഴേക്കും കീഞ്ഞ് റെഡി ആവാമെന്ന് വിചാരിച്ചു. എവിടെ പോകുമ്പം ഞാനും അച്ഛനും അമ്മയും കുഞ്ഞാവയും ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാവല്. പണ്ട് മുതലേ അങ്ങനെയാണ്. അപ്പം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാനും കുഞ്ഞായും മാത്രമേ പോലുള്ളൂ. പുറത്തായാലും അച്ഛനമ്മ ഉണ്ടാവലുണ്ട്. ചില ദിവസം അച്ഛന് ലീവില്ലാത്ത ദിവസം ഞാനും കുഞ്ഞായും മാത്രമാണ് പോലെ. അപ്പം ഇപ്പോൾ എവിടെ പോയാലും എല്ലാവരും ചോദിക്കും അതെന്തേ അച്ഛനമ്മേനെയും കൂട്ടാത്തത്, എന്താ അച്ഛനമ്മ ഇല്ലാത്തത്. എന്താ വെച്ചാൽ അച്ഛനും കുറച്ച് തിരക്കും കാര്യമെല്ലാമായി. അപ്പോൾ പിന്നെ ഞാനും കുഞ്ഞായും മാത്രം പുറത്തേക്ക് ഇറങ്ങും. എനിക്കാണെങ്കിൽ വീട്ടിലധികം ഇരുത്തം വരാത്ത ഒരാളാണ് ഞാനായാലും അതെ കുഞ്ഞാവായാലും അതെ. കുറേ നേരം നമുക്കങ്ങനെ വീട്ടിലിരിക്കാൻ ശരിയാവില്ല. ഇപ്പം ഞാൻ സുഹൃത്തേട്ടൻ്റെ വീട്ടിലുള്ള സമയത്തായാലും സുഹൃത്തേട്ടനെയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും ആയിട്ട് പോവും, അല്ലെങ്കിൽ ജസ്റ്റ് ടൗണിലേക്കായാലും വെറുതെ നമ്മിങ്ങനെ നടക്കും. എനിക്കങ്ങനെ പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മൈൻഡ് റിലാക്സ് ആവും. അത്ര പോലെ നേരത്തേക്ക് മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ആവും. അങ്ങനെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നേരെ പോയി റെഡി ആവണം. അതുപോലെ തന്നെ സുഹൃത്തേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞാനും അമ്മയായാലും അധികം പുറത്ത് പോകും. അമ്മക്കായാലും എന്നെയും കൂട്ടിയിട്ട് എല്ലായിടത്തും പോകാനുള്ള ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഏടെ പോകുന്നുണ്ടെങ്കിലും അമ്മയുടെ പേര് ഞാനും പോകും. അമ്മ എന്നെയും കൂട്ടും. അമ്മ മാത്രമല്ല അച്ഛനായാലും അച്ഛൻ ചില സമയത്ത് ടൗണിലേക്കെല്ലാം പോകുമ്പം മോളെ അച്ഛൻ്റെ അപ്പുറം ടൗണിലേക്ക് വരുന്നോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഞാനും അച്ഛനും അമ്മയും എല്ലായിടത്തും പോലുണ്ട് ഒരുമിച്ച്. വീട്ടിലിരുന്ന് ബോറടിക്കുമ്പം ഇതുപോലെ ഇങ്ങനെ എവിടെയെങ്കിലായിട്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു സന്ധ്യ ആയപ്പം ഞാനും കുഞ്ഞും റെഡി ആയിട്ടുണ്ട്. സന്ധ്യ എന്നല്ല, ഏകദേശം ഒരു 8 മണി 8:15 ആ ഒരു ടൈം ആയിട്ടുണ്ടായിനി. അപ്പം ഞാനും കുഞ്ഞായി വണ്ടി എടുത്തിട്ട് ആദ്യം ബീച്ചിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഉണ്ടായത്. പിന്നെ അത് മാറിയിട്ട് ഈ ബീച്ചിൽ പോകണ്ട, നമുക്ക് കായൽത്തീരത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. കായൽത്തീരം ഇടയിലൊക്കെ അടന്ന് ബീച്ചും അടനാന്ന് വരുന്നത്, പക്ഷേ ബീച്ചിലേക്ക് അടന്ന് കുറച്ചുകൂടി പോകണം. അപ്പം നമ്മ ബീച്ച് മാറ്റിയിട്ട് കായൽത്തീരത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിയിൽ കുറേ നേരം ഗേറ്റ് അടച്ചിട്ടുണ്ടായിനി. അങ്ങനെ ഞാനും കുഞ്ഞായും അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തു. കുഞ്ഞാവക്കാണെങ്കിൽ ഇന്ന് ബീച്ചിൽ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിനി. ഒരു പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിനി. അപ്പോൾ ഓള് പറഞ്ഞു എനിക്ക് ഈ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടിന്, അപ്പോൾ എനിക്കിതിൻ്റെ ഫോട്ടോ എടുത്തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായതാണ്. പക്ഷേ അച്ഛൻ വരാൻ കുറേ വൈകുന്നതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനും പറ്റൂല. രാത്രിക്കൊന്നും എന്തായാലും ബീച്ചിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റൂല. അപ്പം ഇനി അടുത്ത ഞായറാഴ്ച ബീച്ചിൽ പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കായൽ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ടായിനി. അപ്പം കുഞ്ഞാവ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നെയ്ച്ചോറ് കഴിച്ചിട്ടുണ്ടായിനി. ഞാനും ഒരു വൈകുന്നേരം ചക്ക തിന്ന് വയറ് ഫുള്ളായി. അപ്പം നമുക്ക് കഴിക്കാനായിട്ട് അങ്ങനെ ഒന്നും വേണമെന്നുണ്ടായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഫ്രൂട്ട് സലാഡ് പറഞ്ഞു. കുഞ്ഞാവ പറഞ്ഞത് എന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായിട്ടാണ്. ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ആണ് അത്. അതിൽ അത്യാവശ്യം ഫ്രൂട്ട്സും ഉണ്ട്. അതെന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായിട്ടാണ്. പേരിപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു. കായൽത്തീരത്ത് നല്ല രസമാണ്, നല്ല കാറ്റാണ്, നല്ല തണുപ്പാണ് അവിടെ ഇങ്ങനെ ഇരിക്കാൻ. അപ്പം കുറേ നേരം നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു. ഏറ്റവും ഫസ്റ്റ് കുഞ്ഞാവരതാണ് വന്നിട്ടുണ്ടായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ. 2 ആൾക്കെങ്കിലും കൂടിപ്പോയാൽ കഴിക്കാൻ പറ്റും. ചോക്ലേറ്റ് ഫലൂദ എനിക്ക് ഫസ്റ്റ് അത് പെട്ടെന്ന് വായിൽ കിട്ടിയിട്ടുണ്ടായിട്ടാ. മുകളിലൊരു ബിസ്ക്കറ്റും വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിനി. കുറേ നേരം കൊണ്ടാണ് അത് കഴിച്ച് തീർത്തത്. അങ്ങനെ എൻ്റെ ഫ്രൂട്ട് സലാഡ് വരാൻ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായിനി. കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അതിനിടയിലാണ് നാട്ടിൽ ചേച്ചീൻ്റെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടായത്. അപ്പം ചേച്ചി കുഞ്ഞിനെ വേഗം എൻ്റെ കയ്യിൽ തന്നു. സ്വതവേ ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊന്നും അധികം അടങ്ങിയിരിക്കൂല. അതുപോലെ തന്നെ അമ്മയുടെ കൈമെന്ന് അറിയാത്ത ആരെ കൈമേക്കും പോവില്ല. പക്ഷേ ഇവൾ വേഗം എൻ്റെ കയ്യിലേക്ക് വന്നിട്ട് നല്ല അടങ്ങിയിരിക്കുന്നുണ്ട്. ഒരു ചൊറയും ഇല്ല, അടങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം ഞാൻ അവളെ കളിപ്പിച്ചു. എന്തെല്ലോ സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ഒന്നും വായിൽ നിന്ന് അങ്ങോട്ട് വരുന്നില്ല. എൻ്റെ ഫോൺ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. എന്തെല്ലോ സംസാരിക്കണമെന്നുണ്ട് അവൾക്ക്, പക്ഷേ ശരിയാവുന്നില്ല ഒന്നും. അങ്ങനെ എൻ്റെ ഫ്രൂട്ട് സലാഡും വന്നിട്ടുണ്ട്. ഫ്രൂട്ട് സലാഡും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിനി. പക്ഷേ വിചാരിച്ചത്ര ഫ്രൂട്ട്സ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രം. പൈനാപ്പിളും മാങ്ങയും അതുപോലെ തന്നെ കുറച്ച് ഉറുമാമ്പഴം, വേറെ ഒന്നും അങ്ങനെ ഉണ്ടായിട്ട് അതിൽ. അങ്ങനെ ഫ്രൂട്ട് സലാഡും കഴിച്ചു. ഇതിലെന്താണെന്ന് ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ കളറ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കുഞ്ഞാവക്ക് ഓൾ ഐസ്ക്രീം ഫുള്ള് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് എൻഡിലേക്ക് ഒഴിച്ചു തന്നു. അങ്ങനെയെങ്കിലും നീ തീർത്ത് താന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം കുഞ്ഞാരെ കുറച്ച് ഫോട്ടോസ് എടുത്തു. ആടുന്ന് നല്ല വ്യൂ ആയതുകൊണ്ട് തന്നെ ആടുന്ന് 2-3 ഫോട്ടോ എടുത്തു. അപ്പോഴേക്കും ടൈം ഏകദേശം ആയിട്ടുണ്ടായിനി. നമുക്കാണെങ്കിൽ വീട്ടിലേക്ക് പോകണമെന്നുള്ളൊരു മൈൻഡേ ഇല്ല. കായൽത്തീരത്ത് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ടായിനി. അതിനിടയിൽ അച്ഛനും അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടുണ്ട് വരലായെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഡയറി മിൽക്ക് മേടിച്ചു എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഈ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് തിരിച്ച് പോകുമ്പം ഡയറി മിൽക്ക് എന്തെങ്കിലും ചോക്ലേറ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു. കുറേ ഉപ്പിലിട്ട മാങ്ങ കാണുമ്പം എനിക്ക് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഉപ്പിലിട്ട മാങ്ങ മേടിച്ചു. ഉപ്പിലിട്ട മാങ്ങയും ഉണ്ടായിന്, അതുപോലെ മുണ്ടച്ചക്കയും ഉണ്ടായിന്. ഞാൻ മുണ്ടച്ചക്കയാണ് മേടിച്ചിട്ടുണ്ടായത്. അങ്ങനെ ആടുന്ന് നല്ലപോലെ വയറ് നിറഞ്ഞ ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ഇനിയിപ്പം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും കടയിൽ കയറിയിട്ട് വീട്ടിലേക്ക് പാല് മേടിക്കാനുണ്ട്. എൻ്റെ വീട്ടിലേക്കല്ല, അപ്പുറം വല്യമ്മയുടെ വീട്ടിലേക്ക്. അപ്പം പാലും അതുപോലെ തന്നെ അമ്മക്ക് ഡയറി മിൽക്കും മേടിക്കണം.
തിരിച്ചു പോകുമ്പോൾ ഞാൻ കുഞ്ഞാനോട് കുറേ പറഞ്ഞു തന്നെയാണ് വണ്ടി നീ എടുക്ക്, ഞാൻ ബാക്കിലിരിക്കട്ടെ എന്ന്. പക്ഷെ ഓള് പറഞ്ഞു നീ എന്നെ എടുത്തു എന്ന് പറഞ്ഞു. എനിക്ക് വണ്ടി എടുക്കുന്നതിനേക്കാളും ഇഷ്ടം ബാക്കിലിരുന്നിട്ട് ഇങ്ങനെ കാഴ്ച കാണാനാണ്. പക്ഷെ ഓളും എടുക്കുന്നില്ല. ഓള് പറഞ്ഞു നീ എന്നെ എടുത്തോ, ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ വണ്ടി എടുത്തു. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ എന്നെ എടുത്തത്, തിരിച്ച് പോകുമ്പോൾ ഞാൻ എന്നെ എടുത്തത്. ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം വണ്ടി എടുക്കുമ്പം നീ എന്നെ എടുക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ബാക്കിലിരിക്കാനാണ് ഭയങ്കര ഇഷ്ടം, അത് ഓൾക്കും അങ്ങനെ. അപ്പം അമ്മക്ക് ഡയറി മിൽക്ക് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കടയിൽ കയറി 2-3 ചോക്ലേറ്റ് ആടുന്ന് മേടിച്ചു. അമ്മക്ക് മേടിക്കാനാണ് കയറിയത്. പക്ഷേ അവിടെ കയറിയപ്പം എനിക്കും മേടിച്ചു, കുഞ്ഞാവക്കും മേടിച്ചു. ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് എന്തെങ്കിലും ലൈം ജ്യൂസ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലത്തെ നെയ്ച്ചോറെല്ലാം വേസ്റ്റ് ആകുന്നതുകൊണ്ടാണ് അമ്മ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇനിയിപ്പം ലൈം ജ്യൂസും അതുപോലെ ഫ്രൂട്ട് സലാഡും ഉപ്പിലിട്ടതെല്ലാം കഴിച്ചിട്ട് ഇനി വീട്ടിൽ പോയിട്ട് നെയ്ച്ചോറ് കഴിക്കാൻ എൻ്റെ വയറിൽ ഒട്ടും സ്ഥലം ബാക്കിയില്ല. വീട്ടിൽ പോയിട്ട് ഇനി എങ്ങനെയാണെന്ന് കഴിക്കില്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും ഫുഡ് വേസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ലൈം ജ്യൂസ് വന്നു. നല്ല തണുപ്പ് ലൈം ജ്യൂസ് കിട്ടിയപ്പം സമാധാനമായി. നല്ലോണം ദാഹിച്ചിട്ടുണ്ടായിനി. ഞാൻ അവിടുന്ന് ഫ്രൂട്ട് സലാഡെല്ലാം കഴിച്ച സമയത്ത് വെള്ളം കുടിച്ചിട്ടുണ്ടായിട്ടാണ്. ഇവിടത്തേക്ക് എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല ദാഹം ഉണ്ടായിനി. അങ്ങനെ പുറത്തിരുന്നിട്ട് തന്നെ നമ്മൾ ലൈം ജ്യൂസ് കഴിച്ചു. കുറേ നേരം ആടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു. നമുക്കാണെങ്കിൽ വീട്ടിലേക്ക് പോകണമെന്നൊരു മൈൻഡേ ഉണ്ടായിട്ടാണ്. വീട്ടിലേക്ക് പോകാൻ എന്തേന്നറിയില്ല, ഭയങ്കര മടി. പുറത്തിറങ്ങിയാൽ വീട്ടിലേക്ക് പോകാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ കുഞ്ഞാവി ഒരു ലൈം ജ്യൂസ് പറഞ്ഞു. നമ്മൾ രണ്ടാളും ആടെ ഇരുന്ന് ഇങ്ങനെ ലൈം ജ്യൂസ് കുടിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്താലോ? ഇനി നേരെ വീട്ടിൽ പോയിട്ട് കുറച്ച് ഫുഡ് കഴിക്കണം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അത്രയല്ലോ. ഓക്കെ, ബൈ.